രാവിലെ ഞങ്ങളിനി കോൺഗ്രസിലേക്കില്ല. LDF വിട്ട് ഞങ്ങൾക്കിനി കോൺഗ്രസിലേക്ക് വരാൻ സാധിക്കില്ല. കോൺഗ്രസിന്റെ വാതിലുകൾ എത്ര അടച്ചാലും ഞങ്ങൾക്കൊരു പരാതിയുമില്ല, അതിലൊരു സങ്കടവുമില്ല. ഇങ്ങനെ പറഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിലെ കുറച്ച് പ്രമുഖരായ നേതാക്കളാണ്. പക്ഷേ അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് 100ഓളം പ്രവർത്തകരാണ് പത്തനംതിട്ടയിൽ നിന്നും UDFിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്. എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ഈ ഒരു അവസ്ഥയിൽ? കേരള കോൺഗ്രസിന്റെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഒന്നാലോചിച്ച് നോക്കൂ, 10 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ അധികാരമുണ്ടായിരുന്ന സമയത്ത് അധികാരത്തിന്റെ കീഴിൽ അവരെല്ലാവരും ഒന്നിച്ചു. അധികാരമില്ലെങ്കിൽ കേരള കോൺഗ്രസ് ഒന്നുമല്ല എന്ന് പറയുന്ന രീതിയാണ് നമ്മൾ പലപ്പോഴും പല കാലങ്ങളിലും കണ്ടിട്ടുള്ളത്. പക്ഷേ ജോസ് കെ മാണിക്ക് മുമ്പോട്ട് കെ എം മാണി ഉണ്ടായിരുന്നത് UDFിലായിരുന്നു. UDFിനോടൊപ്പം എല്ലാ കാലവും കൂടി നിന്നിരുന്ന കെ എം മാണിയുടെ മരണശേഷം ജോസ് കെ മാണി പാർട്ടി വിട്ടുപോകുകയായിരുന്നു. ആ പോകുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കാൻ കഴിയും? നിങ്ങളുടെ ജനാധിപത്യത്തിന്, നിങ്ങളുടെ പാർട്ടിക്ക് അനുസൃതമായിട്ട് നിൽക്കാൻ കഴിയുന്നൊരു പാർട്ടിയല്ല CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പലതവണ ആവർത്തിച്ച് പല നേതാക്കന്മാരും പറഞ്ഞു. പക്ഷേ അന്ന് അവർക്ക് സീറ്റുകളായിരുന്നു വിഷയം. അങ്ങനെ ജോസ് കെ മാണി UDFിൽ നിന്നും LDFിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് UDFിനും വലിയ രീതിയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജോസഫ് വിഭാഗം UDFിനോടൊപ്പം നിൽക്കുന്നൊരു സാഹചര്യമാണ് പിന്നീട് നമ്മൾ കണ്ടത്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ UDF തോൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. രണ്ടാമത്തെ, അതായത് വീണ്ടും 5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും UDF തോൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പം 10 വർഷക്കാലമായിട്ട് അധികാരത്തിൽ ജോസ് കെ മാണിയും സംഘവും ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനെല്ലാം ശേഷം അന്നും ഇതേപോലെ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ 10 വർഷക്കാലമായിട്ട് ഈ പാർട്ടിയിൽ അധികാരങ്ങൾ ഒന്നുമില്ലാതെ തന്നെ നിന്നിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ന് പറയുന്നത്. UDF അവരെ കൃത്യമായിട്ട് പരിഗണിച്ചു. അവർക്ക് 8 സീറ്റുകൾ, അവർ 10 സീറ്റാണ് ചോദിച്ചത്. അവസാനം നെഗോഷ്യബിളായിട്ട് 8 സീറ്റുകൾ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. വലിയ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനു മുമ്പോട്ട് വലിയ രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു. ജോസ് കെ മാണിയെ തിരികെ UDFിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്ന രീതിയിൽ പല ചാനലുകളും ഇപ്പോൾ ഈ ക്യാരക്ടർ അനാലിസിസ് ഉണ്ട്. ഇലക്ഷൻ സമയത്ത് നടത്തുന്ന ഓരോ ക്യാരക്ടറിൻ്റെ ഓരോ നീക്കങ്ങൾക്കും വലിയ പ്രസക്തികളുണ്ട്. ഒരു കൈ കൊടുക്കുന്നതിലാണെങ്കിലും, ഒരു കെട്ടിപ്പിടിക്കുന്നതിലാണെങ്കിലും, ഒരു ചേർത്ത് നിർത്തലാണെങ്കിലും, പറയുന്ന വാക്കുകളിലാണെങ്കിലും കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ജോസ് കെ മാണിക്ക് പിണറായി വിജയൻ ജോസ് കെ മാണി യാത്ര നടത്തുന്ന സമയത്ത് ജോസ് കെ മാണിക്ക് ഒരു കിരീടം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനെ മുൾക്കിരീടമായിട്ട് ഉപയോഗിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. കാരണം വലിയ രീതിയിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പലപ്പോഴും മതപരമായിട്ട് ക്രൈസ്തവ വിഭാഗത്തിനെ എപ്പോഴും ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നൊരു വിഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ മത നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ മത നേതാക്കന്മാർ പലപ്പോഴും ജോസ് കെ മാണിയായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ റോഷി അഗസ്റ്റിനെ പോലുള്ള ആളുകൾ ആ പാർട്ടിയിൽ തന്നെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ തങ്ങൾ പാർട്ടി വിടും, അല്ലെങ്കിൽ ഒരു പിളർപ്പിലേക്ക് കേരള കോൺഗ്രസ് വീണ്ടും പോകുമെന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ജോസ് കെ മാണി അവസാനം പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ടുമില്ല, LDFിനോടൊപ്പം തന്നെ ആയിരിക്കും എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പോയി. അങ്ങനെ പാർട്ടി പിളരാതിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി പ്രസിഡന്റ്, ഇതിലും പാർട്ടി പ്രസിഡന്റ് ബലിയാടാക്കിയതാണ് എന്ന് പലപ്പോഴും റോഷി അഗസ്റ്റിന്റെ ആ ഒരു ഇടപെടൽ അതിപ്പോഴും ആരും മറക്കില്ല. കാരണം ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ അല്ല നടത്തിയത്, മറിച്ച് ജലവകുപ്പ് മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ, ഞങ്ങളുടെ ചെയർമാൻ ഇവിടെ പാലായിൽ തന്നെ മത്സരിക്കും, പാലായിൽ തന്നെ, അതായത് സ്വന്തം തട്ടകത്തിൽ വിജയിച്ച് LDFിന്റെ കൂടെ MLA അല്ലെങ്കിൽ ഇനിയൊരു പിണറായി സർക്കാർ ഉണ്ടായാൽ അതിൽ മന്ത്രിയുമാവും എന്നുള്ള ഒരു തീർച്ചയായിട്ടും നൽകിയത്. ഇപ്പോൾ നമ്മൾ ജോസ് കെ മാണിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യോഗമില്ലാതെ പോയിട്ടുള്ളൊരു നേതാവായിട്ടാണ് ജോസ് കെ മാണി പലപ്പോഴും മാറിയിട്ടുള്ളത്. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും, ഒരു പാർട്ടിയെ നിയന്ത്രിക്കാനുള്ള ശേഷി ഉണ്ടായിട്ടും അധികാര കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പലപ്പോഴും ജോസ് കെ മാണിക്ക് കഴിയാതെ പോയിട്ടുണ്ട് എന്ന് പറയുന്നൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് UDFിനോടൊപ്പം വരികയായിരുന്നെങ്കിൽ ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവിന് വലിയ പിന്തുണ ജനങ്ങൾ നൽകിയേനെ. അതോടൊപ്പം തന്നെ ഇന്ന് മന്ത്രിസ്ഥാനത്തിൽ ഒരു മന്ത്രിയായി ജോസ് കെ മാണി ഉണ്ടായനെ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ യോഗമില്ലാതെ പോയി എന്നൊരു യാഥാർത്ഥ്യമാണ്.
പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അധികാരമില്ലെങ്കിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ച് LDF-നോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതങ്ങനെ കുറെ ജനാധിപത്യ മൂല്യങ്ങളുള്ള ഒരു പാർട്ടിക്കും LDF-നോടൊപ്പം നിൽക്കാൻ കഴിയില്ല. കാരണം അവർ ഒരു കേഡർ സംവിധാനത്തിൽ പോകുന്നതാണ്. മേൽത്തട്ടിൽ നിന്നും ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ അത് താഴത്തെ മുഴുവൻ ഘടകങ്ങളും അക്ഷരം പ്രതി അനുസരിക്കണം. അതാണ് ആ പാർട്ടിയുടെ നിയമം. അങ്ങനെ വലിയ സംവിധാനങ്ങളുടെ പാർട്ടിയിലേക്ക്, കേരള പാർട്ടിയിലേക്ക് ഇപ്പോൾ വലിയ ജനാധിപത്യ സംവിധാനമുള്ള, കാരണം ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്കാണ്. കാരണം എല്ലാവരും നേതാക്കന്മാരാണ്. ഇപ്പൊ അണികൾ വളരെ കുറവാണ്, കാണുന്നവരെല്ലാവരും നേതാക്കന്മാരാണ്. ഇപ്പൊ പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ നാളെ ആ പാർട്ടിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഞാനും ഒരു നേതാവാണ്. അപ്പൊ ആ രീതിയിലാണ് ആ പാർട്ടി ഉള്ളത്. ആ പാർട്ടിയുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. പക്ഷേ അടിത്തട്ടിൽ ആ പാർട്ടിക്ക് ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നേതാക്കന്മാർ വിജയിക്കുന്നത്. UDF-നെ സംബന്ധിച്ചും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. കാരണം ഒരു ആൾക്കൂട്ടമാണ്. അതിൽ നയിക്കാൻ പറ്റിയ, നിയന്ത്രിക്കാൻ പറ്റിയ നല്ലൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ ആ നേതാവ് വിജയിക്കും. ആ നേതാവ് എത്ര വർഷം വേണമെങ്കിലും, ഇപ്പോൾ നമ്മൾ മാണി സാറിന്റെ കാര്യമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര വർഷമായിട്ടാണ് പാലയിൽ അദ്ദേഹം MLA ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് പാലാ രൂപീകരണത്തിന് ശേഷം അവിടെ മാണി കഴിഞ്ഞല്ലാതെ വേറൊരു MLA വരുന്നത് ഇദ്ദേഹത്തിന്റെ മരണശേഷമാണ്. അല്ല, കേരള കോൺഗ്രസിലെ പല നേതാക്കന്മാരുടെയും ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. ഇവരെല്ലാം ആ ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിൽക്കുകയാണെങ്കിൽ എത്ര വർഷക്കാലം വേണമെങ്കിലും അവരങ്ങനെ നിൽക്കും. കാരണം ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വികസനമാണ് നടത്തേണ്ടത്. ജനങ്ങളെ നയിക്കാൻ കഴിവുള്ള ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ അവർ പിന്തുണയ്ക്കും. അതാണ് ഇത്തരത്തിലുള്ള മധ്യമേഖലയിലെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പം ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവ് ജനങ്ങൾക്കിടയിലേക്ക് അത്രത്തോളം ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാറ്റമായിരിക്കും കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇനി 5 കൊല്ലക്കാലം അധികാരമില്ല. ഈ അധികാരമില്ലാത്ത കാലത്ത് ഈ പാർട്ടിയിൽ ഇനി ആരും നിൽക്കാൻ തയ്യാറാകില്ല. കാരണം അധികാരമുണ്ടെങ്കിൽ മാത്രം കടിപിടിച്ച് നിന്നാൽ മതി. LDF-ന്റെ കുത്തുവാക്കുകൾ കേട്ട് എന്തിനാണ് ആ പാർട്ടിയിൽ കഴിയുന്നത് എന്ന് സാധാരണ അടിത്തട്ടുള്ള ആളുകൾക്ക്, കാരണം നേതാക്കന്മാർ തമ്മിലാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം, അണികൾ തമ്മിൽ ഇപ്പോഴും വലിയ ഒരു നല്ല അകൽച്ചയിലാണ്. അസ്വാരസ്യങ്ങൾ പലപ്പോഴും ഉണ്ട്. അപ്പം ഈ അണികൾക്ക് ഇവരെ അങ്ങോട്ട് ഒത്തുപോകാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഈ പാർട്ടി അവരെപ്പോഴും ഈ ഒരു കോൺഗ്രസ്സുകാരായിട്ട് തന്നെയാണ് ഈ CPM-മാർ, ഈ ഒരു കേരള കോൺഗ്രസ് എമ്മുകാരെ, അതായത് തന്റെ സഖ്യകക്ഷികളായ കേരള കോൺഗ്രസ് എമ്മുകാരെ കാണുന്നത് ഇപ്പോഴും. അത് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. അതായത് LDF-നൊപ്പം തുടർന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും സംഘവും അദ്ദേഹത്തിന് CPM-ന്റെ ടിക്കറ്റിലുള്ള രാജ്യസഭ സീറ്റ് വിട്ടു നൽകുന്നു. കൂടാതെ ഇലക്ഷന് ഏറ്റവും, അതായത് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേരള കോൺഗ്രസ് എമ്മിന് ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിർത്തുന്നു. വിജയിച്ച് വരുന്നവർക്ക് പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവികളോടുള്ള പദവി, അതായത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി മുൻ MLA ആയിരുന്ന ജയരാജന് ചീഫ് വിപ്പ് പദവി, കൂടാതെ റോഷി അഗസ്റ്റിന് ജലവിഭവം, അതുപോലുള്ള എല്ലാ സ്ഥാനങ്ങളും നൽകി. എന്നിട്ടും ഈ ഒരു 5 വർഷത്തിനിടയ്ക്കുള്ള, അതായത് തുടർഭരണം കിട്ടി 5 വർഷം ഈ CPM-ന്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കുടപിടിച്ച് കൂട്ടുനിന്നത് കൊണ്ട് തന്നെ ഈ മുന്നണിയിലെ 2ാം പദവിയിലേക്ക് കേരള കോൺഗ്രസും ഉയരാൻ പറ്റി. അതായത് കൂടെ ഉണ്ടായിരുന്ന CPI ചവിട്ടി താഴ്ത്തി കേരള കോൺഗ്രസ് എം മുകളിൽ കയറി. ഇപ്പോൾ CPIയുടെ മുന്നിൽ ഈ ഒരു കേരള കോൺഗ്രസ് എം എന്നുള്ളൊരു തടസ്സമില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടി മുഴുവനായിട്ടും ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് നല്ല സീറ്റുകൾ കൊടുത്തു. പക്ഷെ അവർക്ക് എത്ര സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ചോദ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കൊടുക്കുന്നു, അവിടെയും വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. 8 നിലയിലാണ് പൊട്ടിയത്. 8 നിലയിലോ? ഇനി അവിടെ അഡ്രസ് ഇല്ലല്ലോ. അഡ്രസ് ഇല്ലാത്ത രീതിയിൽ ഒരു MLA പോലും ഇല്ലാത്ത രീതിയിലേക്ക് ആ പാർട്ടി ഇല്ലാതായി പോയി എന്ന് പറയുന്നത് വലിയ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. കാരണം മാണി സാറിനെ പോലുള്ള ആളുകൾ നയിച്ചിരുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് ആരുമില്ലാതെ, നാഥനില്ലാത്ത ഒരു ഇടമായിട്ട് മാറിയിരിക്കുകയാണ്. ജോസ് കെ മാണിക്ക് ഇനി ശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ KM മാണിയുടെ മകനാണ് എന്നതിനപ്പുറത്തേക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ ആ പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. അല്ലെങ്കിൽ ആ പാർട്ടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കും.